നമസ്കാരം. സ്വന്തം മകനെ കൊന്ന് കെട്ടിത്തൂക്കാൻ കാരണമായവരോട് ആ അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറണം? അവർ അത്രയേ പറഞ്ഞുള്ളൂ ചെയ്തുള്ളൂ എന്ന് വയ്ക്കാനേ സാധിക്കൂ. ആ അമ്മ വാതിൽ കൊട്ടിയടച്ചു. ആ അച്ഛന്റെ ചോദ്യം ഇത് രണ്ടും അനുനയിപ്പിക്കാൻ വീട്ടിലെത്തിയ SFI നേതാക്കളുടെ മുഖത്തടിച്ച പോലെയായി. ഏറ്റവും മൂർച്ചയേറിയ പ്രതികാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആ അച്ഛനും അമ്മയും അവരും മനുഷ്യരല്ലേ? SFIക്കാരും അവരെ തീറ്റിപ്പോറ്റുന്നവരും മാത്രമാണോ ഇവിടെ ജീവിക്കാൻ അർഹതയുള്ളവർ? അതല്ലാത്തവരെല്ലാം മരിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്ന അലിഖിത നിയമം സർക്കാരെ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതിയല്ലോ, നിങ്ങൾ മാത്രം ജീവിച്ചാൽ മതിയല്ലോ. ശരിപക്ഷം എന്ന 1000 വട്ടം മനസ്സിൽ എഴുതിച്ച് തെറ്റുകൾ മാത്രം ചെയ്യിപ്പിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ശരിപക്ഷം ആകുന്നതോ? അല്ലെങ്കിൽ തന്നെ ഒരാൾ ജീവിതകാലം മുഴുവൻ എങ്ങനെ ശരി ചെയ്തുകൊണ്ടിരിക്കും? തെറ്റുകൾ മനുഷ്യ സഹജമല്ലേ? തിരുത്തപ്പെട്ടല്ലേ നല്ല ജീവിതത്തിലേക്ക് പോകേണ്ടത്? ചെയ്യുന്ന തെറ്റുകൾ മുഴുവൻ ശരിയെന്ന് പഠിപ്പിച്ചിട്ട് കൂലിത്തല്ലുകാരായി നിങ്ങൾ വിദ്യാർത്ഥികളെ മാറ്റുകയല്ലേ? ആ മാറ്റിയവർക്കുള്ള മുഖമടച്ചുള്ള മറുപടിയാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ നൽകിയത്. പക്ഷേ ധാർഷ്ട്യം മാത്രം നട്ടുനനച്ച് വളർത്തുന്ന പിണറായി ഇപ്പോഴും താഴാൻ റെഡിയല്ല. ഇപ്പോഴെങ്കിലും ചെയ്തത് തെറ്റെന്നും തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്നും പറയാൻ നട്ടെല്ലുണ്ടോ പിണറായിക്ക്? അതെങ്ങനെ? സ്വന്തം മകളുടെ കള്ളപ്പണ ഇടപാട് പൂഴ്ത്തിവെക്കാനും സ്വന്തം അഴിമതി മറച്ചുവെക്കാനുമുള്ള തത്രപ്പാടിലാണ് പിണറായി വിജയൻ. എന്തായാലും ഇനി സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലെന്ന തീരുമാനത്തിലാണ് SFI കുട്ടി നേതാക്കൾ. ഇടതുപക്ഷത്തിനെതിരായ വികാരം നേതാക്കളോടുള്ള പെരുമാറ്റത്തിൽ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ട് SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീക്ക് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മുമ്പിൽ ഉത്തരം മുട്ടിയിരുന്നു. 3 ദിവസം ഹോസ്റ്റൽ മുറിയിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഭീകര മർദ്ദനം. ഇവരൊക്കെ മനുഷ്യരല്ലേ? ഒപ്പം പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെ സാധിച്ചു ഈ ക്രൂരകൃത്യം? സിദ്ധാർത്ഥന്റെ അച്ഛൻ നെടുമങ്ങാട് കുറക്കോട് സ്വദേശി ജയപ്രകാശിന്റെ ഈ ചോദ്യം അനുശ്രീയെ ഞെട്ടിച്ചിരുന്നു. മറുപടി പറയാനുമായില്ല. സിദ്ധാർത്ഥന്റെ അമ്മയെ കാണാനുള്ള അനുശ്രീയുടെ ശ്രമവും നടന്നില്ല. മുറിയുടെ വാതിലടച്ച് അനുശ്രീയെ ഒഴിവാക്കുകയായിരുന്നു ആ അമ്മ. SFI പകയാണ് തന്റെ കുട്ടിയെ കൊന്നത് എന്ന് വീട്ടിലെത്തിയ SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീക്ക് മുമ്പിൽ നിറ കണ്ണുകളോടെ ആ അച്ഛൻ വിശദീകരിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ ഭാഗം വായിച്ചു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്റെ മകനെ SFI യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈശാചികമായി പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പത്രങ്ങൾക്ക് കൊടുക്കാത്തത്. SFIയിൽ ചേരാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇതായിരുന്നു ആ അച്ഛൻ പറഞ്ഞത്. ഭീഷണി ഭയന്ന് മോന്റെ ഉറ്റ കൂട്ടുകാരും റൂംമേറ്റ്സും SFIയിൽ ചേർന്നു. അവരുടെ മുന്നിൽ നഗ്നനാക്കി കാലുകൾ ഇലക്ട്രിക് വയർ കൊണ്ട് ചുറ്റി വരിഞ്ഞ ശേഷം ബെൽറ്റിനടിച്ചു. ക്യാമ്പസിൽ ലഹരി ഉപയോഗത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സീനിയർ വിദ്യാർത്ഥി സിൻജോയാണ് പ്രധാന പ്രതി. ഇയാൾ SFI യൂണിറ്റ് ഭാരവാഹിയാണ്. പഠനത്തിലും ഫോട്ടോഗ്രാഫിയിലും സംഘാടനത്തിലും പേരെടുത്ത മകനോട് സിൻജോയ്ക്ക് കടുത്ത പകയുണ്ടായിരുന്നു. വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ പെൺകുട്ടികൾ മകനൊപ്പം നൃത്തം വെച്ചത് സിൻജോയ്ക്കും കൂട്ടർക്കും സഹിച്ചില്ല. മരണത്തെ തുടർന്ന് സിൻജോ ഉൾപ്പെടെ 12 പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവരിൽ ഒരാൾ പോലും പ്രതിപട്ടികയിലില്ല. ഇതിനു പിന്നിൽ ഉന്നത ഇടപെടലുണ്ട്. കേസ് സത്യസന്ധമായി അന്വേഷിച്ച മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ജയപ്രകാശിന്റെ വാക്കുകൾക്ക് മുന്നിൽ SFI നേതാവിന് അടിതെറ്റുകയായിരുന്നു അവിടെ. നന്ദി.